ഇതേ നമ്മ അങ്ങനെ ഇന്ന് ശനിയാഴ്ച ആയിട്ട് നമ്മൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കണേ. സ്ഥിരം പോലെ തന്നെ മഴക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഗിഫ്റ്റ് ഒക്കെ ആർക്ക് കിട്ടണേ നമുക്ക് നോക്കാം. ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ് അറിയോ? ആ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാർഡാണത്. നിങ്ങൾക്ക് മറ്റേ മെഡിക്കൽ സ്റ്റുഡൻസ് ആണോ? നിങ്ങളുടെ മെഡിക്കൽ സ്റ്റുഡൻസ് ആണോ? അല്ലല്ലോ, പിന്നെ നിങ്ങളുടെ വാർഡ് ഓ അതല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാർഡ് തോറ്റാ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ടെലിവിഷനിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് കിട്ടുന്ന സംഭവം. പേവാടല്ല, പ്രസവവാടൊന്നല്ല. ആളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാ? സിമ്പിൾ സാധനം. തിരുവനന്തപുരം വാർഡല്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടും. ആ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏത്? റിമാ ഏത്? റിവാർഡൊന്നല്ല, റിവാർഡ് പോലത്തെ വേറെ സാധനം. പിടിച്ചോ? ഞാൻ ചോദിക്കാം. സിമ്പിൾ സാധനം പിടിക്ക്, അല്ലെങ്കിൽ കണ്ടോടെ ഞാൻ പിടിച്ചേ. പോലെ 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 ഇവിടെ ചിരിച്ചു പോകാണല്ലേ. പേവാടൊന്നല്ല, ഒരു സിമ്പിൾ കുസൃതി ചോദിച്ചിട്ടുണ്ട്. അവാർഡ് ഉറപ്പാണോ? ശരിക്കും ഉറപ്പാ? രണ്ടുപേരും ആളെ ഇത്ര ഉള്ളൂ. ഇതൊന്നും ചിന്തിച്ചാൽ മതിരേ. സാധനം കിട്ടിയില്ലേ? കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. വാർഡ് ഏതാണ്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ്? പിന്നെ കുസൃതി ചെയ്ത് പിന്നെ ഞാൻ നിന്റെ മറ്റേ ജി കെ ടി ഞാൻ ചോദിക്കണം. അവാർഡ് അല്ലാതെ പറഞ്ഞ ടെലിവിഷനിൽ നീ കാണുന്നേ. ഓക്കെടാ, താങ്ക് യുടാ. അവാർഡ് ஆமா என்கிட்ட அதான் என்கிட்ட வந்துட்டது. ஆமா ஓகே கரெக்ட் தானே. அவார்டு கரெக்ட் இருக்கு. மெய்யும் பொய்யும் ரெண்டும் ஒன்றாய் படுதே நெஞ்சுக்குள்ளே புது ராகம் போலே என்றென்றும் உன்னை காதல் செய்யவா. ആണുങ്ങൾ അടുത്ത കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കിട്ടണം. എന്തുകൊണ്ട്? ഒന്ന് ഇപ്പൊ ചോദിക്കാന്ന് പോലെ ഉറപ്പാണോ? നിങ്ങൾ എന്തൊരു പഠിക്കുന്ന രണ്ടുപേരും? ഹോട്ടൽ മാനേജ്മെന്റ്. എന്നിട്ട് നിനക്ക് ടൈമിന്റെ കാര്യം അറിയില്ലടാ. സിമ്പിൾ ആയിട്ട് ടെൻഷൻ അടിക്കണ്ട. ചെറിയ ചോദ്യം. ഇങ്ങനെ ഒന്നിട് പോലെ ചോദിക്കാണ്. കൈ അങ്ങോട്ടും ഇങ്ങോട്ട് പിടിക്കാനായിരിക്കും. അല്ലല്ല, വാച്ചല്ലേ. അതായത് പെൺകുട്ടികള് വലത്തെ കയ്യിലും ആണല്ലേ. വേറെ നീര് ഉത്തരം പറയാനുണ്ടോ? ടെക്നോളജി പരമായിട്ട് ജി കെ ആയിട്ട് ചിന്തിക്കാം. തോറ്റാ? പക്ഷെ പറഞ്ഞു തന്നെ ശരിയായിരുന്നു. ആ, സമയം നോക്കാനായിട്ട്. പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? മലയാളത്തിൽ തന്നെയാ? അല്ലല്ല, എല്ലാത്തിനും ക്ലൂ വരാൻ പറഞ്ഞ ടാസ്ക് കേട്ടാ. സാധനത്തിന് ക്ലൂ ഉണ്ടാക്കില്ല എങ്ങനെ എനിക്കറിയുള്ളൂ. ഇപ്പൊ പറഞ്ഞു കറക്റ്റ് ആണ്. ഇത്ര നേരം ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ആർക്കും കിട്ടിയിട്ടുണ്ടായില്ലേ? താങ്ക് യു. കിട്ടി. റാഞ്ചി, അതായത് പറന്നിട്ടുക എന്നുള്ള സെറ്റപ്പിലാണ് ഉദ്ദേശിച്ചത്. അതെയാ? മുഖം കാട്ട് നീ മുഴുവൻ പനി ഓടാതെ നീ. ആവശ്യക്കാർ വാങ്ങാറില്ല, വാങ്ങുന്നവർ ഉപയോഗിക്കാറില്ല. എന്താണ് സാധനം? ഇങ്ങനെ പിടിച്ചേ. നീ അങ്ങോട്ട് പോണ്ടായില്ല, നീ അല്ലെങ്കിലും വിളിക്കാറില്ലല്ലേ. ഞാനേ എന്റെ അടുത്ത് ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞേക്കണത്. ഞാൻ ചോദ്യം ചോദിച്ചിറക്കാൻ വേണ്ടി എന്റെ അടുത്ത് ചോദ്യം ചോദിക്കണം പറഞ്ഞിട്ട്. தோசை இருக்குல்ல, தோசை அது எதுக்கு திருப்பி போடுறாங்க?
ഇതിന്റെ മലയാളത്തിലുള്ള ചോദ്യം നമ്മൾ അന്ന് ചോദിച്ചേ. അതല്ലല്ലോ, അത് ദോശ എങ്ങനെ ഉണ്ടാക്കണേന്നല്ലേ ആദ്യം. ദോശ ഇതിന്റെ തമിഴില് ഞാൻ എന്ത് പറയും? ചട്ടകല്ലേ? அதுதான் எதுக்கு பண்றாங்க? കുക്കാവറதுக்கு അല്ലേ? കുക്കാവറതുക്കല്ല. എന്നാലും ഒരു മിനിറ്റ് ചിന്തിക്കട്ടെ. ടൈമായോ? ടൈമില്ല. ഏതറാ അടൊന്ന് പറഞ്ഞതാ. ദോശ തിരിച്ചറ അത് തന്നെയാ, അങ്ങനെ തന്നെ സെയിമാ, മനസ്സിലാവും. എടാ പറയടാ. അതന്നെ ഞാനും പറഞ്ഞ ദോശ വേകാൻ വേണ്ടിട്ടല്ല, വേവറതുക്കല്ലേ. ക്ലൂ ഏതാവത് എടുക്ക? ക്ലൂ ഇല്ല എന്നെ. ഞാൻ തോറ്റി. ഉത്തരം പറയൂ. ഔട്ട്. ஏன்னா அதெல்லாம் திரும்ப முடியாதுல்ல. താങ്ക് യു. കൊള്ളാം. ഞങ്ങളുടെ ചാനലിൽ ചേരുന്നു. உலகத்திலேயே யாரு முதல்ல வெப்சைட் கண்டுபிடிச்சாங்க இன்டர்நெட்ல? ദൈവമേ. എല്ലാരും വിളിച്ചു. എടുത്തോ, നീ തന്നെ എടുത്തോ. സെറ്റ് ആയിക്കോട്ടെ. എടുത്താ ആരത്? അഭിനേഷ്. ഓക്കെ. ചേച്ചി ഇത്ര നേരം മുന്നേ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നാ? ഇപ്പൊ എവിടെയാ? അവിടെ ഇല്ല. ആണോ? ഇപ്പൊ എവിടെയുള്ള ആണല്ലേ? പറ്റിക്കണമെന്നില്ല, സാധനം ഉണ്ട്. ആ കുഴപ്പമില്ല. ഞങ്ങൾ രാത്രി 10 മണി വരെ ഞങ്ങളുടെ ഷോപ്പുണ്ട്. കാലത്ത് 9 തൊട്ട് രാത്രി 10 മണി വരെ നമ്മുടെ ഷോപ്പുണ്ടാവും. ആ അപ്പൊ ചേച്ചി പോരെ, ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് വന്നോളൂട്ടാ. ഓക്കെ. ദേ ഇന്നത്തെ പരിപാടിയുടെ പിന്നീട് നാളെ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നാളെ ഞാൻ അവിടെ ചെയ്യാം. അപ്പൊ ദേ ഇന്ന് സൺഡേ ആണ്. നമ്മുടെ വിന്നർ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവരെ വിളിക്കാം. നമുക്ക് ബായോ. അപ്പൊ ഇവനാണ് ഗിഫ്റ്റ് ചെയ്യണട്ടാ. ഇവനാണ് ഇന്നലെ കിട്ടിയ സാധനം. നീ വിചാരിച്ചായിരുന്നു കിട്ടുന്നു? ശരിക്കും വിചാരിച്ചില്ല. ആരെങ്കിലും ഒക്കെ പ്രതീക്ഷ ആരും വിചാരിച്ചില്ലേ? അതൊരു സർപ്രൈസ് ആയില്ലേ? അപ്പതേ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ഇന്ന് നമ്മൾ ഗിഫ്റ്റ് കാര്യം കൊടുത്തിട്ടുണ്ട്. അവര് ഹാപ്പി ആയിട്ട് നമ്മുടെ കടയിൽ ഒന്ന് എല്ലാ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സെറ്റ് ആയിട്ട് പോയിട്ട് ഇതുപോലെ നമുക്ക് അടുത്ത ശനിയാഴ്ചകളിൽ കാണാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് റിതം ഷോസ്.